ജനസംഖ്യ ദൗത്യമാണ് ഇനി ഇന്ത്യ ഏറ്റെടുക്കാൻ പോകുന്നത്. പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്തായിരിക്കും ഉദ്ദേശിച്ചത്? സ്വാതന്ത്ര്യദിന സന്ദേശത്തിന് പറഞ്ഞതാണ് അല്ലേ. പ്രധാനമന്ത്രി വെറുതെ ജനസംഖ്യാ ദൗത്യം എന്നല്ല പറയുന്നത്. നമ്മുടെ ഡെമോഗ്രാഫിയിൽ ജനസംഖ്യയിൽ മാറ്റം വരുന്നത്. അതുകൊണ്ട് ഇനി ജനസംഖ്യാ ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. ജനസംഖ്യാ ദൗത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ജനസംഖ്യാ ദൗത്യം എന്നൊക്കെയുള്ള വാക്കൊക്കെ പറഞ്ഞാൽ സിമ്പിളിയാണ്. ജനസംഖ്യയിൽ വ്യത്യാസം വരുന്നു, വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ജനസംഖ്യയിൽ വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞാൽ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ജനസംഖ്യയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ. ഒന്നുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ വേണമെങ്കിൽ ശത്രുക്കൾക്ക് വ്യാഖ്യാനിക്കാം, മുസ്ലിം ജനസംഖ്യ കൂടുന്നു. പച്ചയ്ക്ക് പറയാം. ഇപ്പം നമ്മളിപ്പോൾ ഈ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുടെ കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ. അതിനുള്ള മറുപടിയാണ് ധൂലെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ മണ്ഡലം. അവിടെ 7 മണ്ഡലങ്ങളിൽ ഉള്ളതിൽ 6ഇടത്തും BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്തപ്പോൾ മലേഗാവ് സെൻട്രൽ എണ്ണിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 2 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. 1,94,000 സംതിങ്. 6ഇടത്ത് ജയിച്ച 6 നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ടിൻ്റെ ലീഡിനെ മറികടന്ന് മലേഗാവ് സെൻട്രലിലെ വോട്ട് കൊണ്ട്, മുസ്ലിം വോട്ട് കൊണ്ട് BJP സ്ഥാനാർത്ഥി തോറ്റുപോയി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ജനസംഖ്യാ ദൗത്യത്തിൻ്റെ ഭാഗമായി മറ്റ് ചില കാര്യങ്ങളോട് പറഞ്ഞു. ഒന്ന്, നിയമവിരുദ്ധമായ നുഴഞ്ഞു കയറ്റം നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്നു. എവിടുന്ന്? പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും. ആരാണ് നുഴഞ്ഞു കയറുന്നത്? മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. പച്ചയ്ക്ക് പറയണം. പച്ചയ്ക്ക് എന്തിനാണ് പറയാതിരിക്കുന്നത്? റോഹിംഗ്യൻ മുസ്ലിംസ് അല്ലേ? ബംഗ്ലാദേശികൾ മുസ്ലിംസ് അല്ലേ? പാകിസ്ഥാനിൽ നിന്ന് കയറി വരുന്ന തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവർ മുസ്ലിംസ് ആണ്. ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി നുഴഞ്ഞു കയറുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർ പുതിയ പ്രതിസന്ധിയുടെ വിത്തുകൾ വിതറുകയാണ് അല്ലേ? അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രധാനമന്ത്രി മുസ്ലിം എന്നുള്ള വാക്ക് പറയുന്നു എന്നല്ലേ പരാതി. പറഞ്ഞില്ല, അത് പറയാതെ പറഞ്ഞു. എന്നിട്ടോ അവർ നമ്മുടെ യുവാക്കളുടെ ഉപജീവന മാർഗം തട്ടിയെടുക്കുന്നു. അവരിവിടെ വന്നിട്ട് ഈ നാട്ടിലെ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുകയാണ്. കൺസ്ട്രക്ഷൻ മേഖലയാവട്ടെ, ഏതു മേഖലയാവട്ടെ, അവർ വന്നിട്ട് ഇന്ത്യക്കാർക്ക് കിട്ടേണ്ട തൊഴിൽ അവർ തട്ടിയെടുക്കുന്നു. എന്നിട്ടോ നമ്മുടെ പെൺകുട്ടികളെ ലക്ഷ്യമിടുന്നു. ലവ് ജിഹാദ് മുതൽ ബലാത്സംഗങ്ങൾ മുതൽ തട്ടിക്കൊണ്ടുപോകൽ വരെയുള്ള കാര്യങ്ങൾ. ആര്? നുഴഞ്ഞു കയറ്റക്കാർ. ആരാണ് നുഴഞ്ഞു കയറ്റക്കാർ? ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വന്നവർക്ക്. അവരാരാണ്? അവർ മുസ്ലിങ്ങളാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് രാജ്യത്തിന് പുറത്തുനിന്ന് നുഴഞ്ഞു കയറുന്ന മുസ്ലിങ്ങളുടെ ഭീഷണിയെക്കുറിച്ചാണ്. ഞാൻ ധൂലെ മണ്ഡലത്തിലെ കാര്യം പറഞ്ഞത് രാജ്യത്തിനകത്തുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ പെരുപ്പമാണ്. ഈ ധൂലെ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച മലേഗാവ് സെൻട്രലിലെ മുഴുവൻ വോട്ടർമാരും ഇന്ത്യക്കാർ തന്നെയാണ്. ഒരു ഉറപ്പുമില്ല. ബീഹാറിൽ ഇപ്പോൾ 65 ലക്ഷം പേർ, 8 കോടിയോളമാണ് ബീഹാറിലെ വോട്ടർമാർ. 8.2 സംതിങ് ആണ്. അതിൽ 65 ലക്ഷം പേർ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഇല്ല. വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്യൂമറേഷൻ ഫോംസ് ഫില്ല് ചെയ്ത് തരണം. അങ്ങനെ ഫില്ല് ചെയ്ത് ഏതാണ്ട് 99% ആളുകളും ഫില്ല് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള 1% ഇനി കിട്ടാനുള്ളത്. അതാണ് 65 ലക്ഷം പേര് പുറത്തായിരിക്കുന്നത്. 65 ലക്ഷം പേര് ഇല്ലെന്നേ. ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. ഈ മാസം 31-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. 31-ാം തീയതി ഇത് ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകും. ഇപ്പോൾ പലയിടത്തും നമ്മളിപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ചിലയിടത്തൊക്കെ ആളുകളുടെ പേര് തെറ്റായി വരുന്നുണ്ട്, വീട്ടു നമ്പർ തെറ്റായി വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലും റായ്ബറേലിയിലും ഉണ്ട്. കാരണം ഇത് ക്ലറിക്കൽ വർക്കാണ്. ഒരു ആളിരുന്ന് ഒരു ഡാറ്റ എൻട്രി ചെയ്യുന്ന ഒരാളിരുന്ന് അടിച്ചു കേൾക്കുമ്പോൾ ചിലപ്പോൾ വരുന്ന മിസ്റ്റേക്കുകളാണ്. അയാളുടെ മൈൻഡ് വേറെ ആകുമ്പോൾ ചിലപ്പോൾ പേരൊക്കെ മാറിപ്പോകും. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സ് തമ്മിൽ മാറിപ്പോകും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് എത്രയോ കാലമായി വോട്ടർ പട്ടികയിലാണ്. ഈ തെറ്റുകൾ പരിഹരിച്ച് ഒരാൾക്ക് 2 മണ്ഡലത്തിൽ വോട്ടുണ്ടെങ്കിൽ അത് മാറ്റി, മരിച്ചവരുടെ വോട്ടുകൾ മാറ്റി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണ പ്രക്രിയയാണ് ബംഗാളിൽ നടക്കുന്നത്. അപ്പോഴാണ് 65 ലക്ഷം പേര് പുറത്താകുന്നത്. ശ്രദ്ധിച്ചോ, കേരളത്തിൽ CPM ഈ വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് അല്ലെങ്കിൽ ബീഹാറിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂവിനെ കുറിച്ച് വലിയ ബഹളം വെക്കുന്നില്ലല്ലോ. ഇല്ല. കാരണം ഇവിടെ വെച്ചാൽ ഇവിടെ ഒരുപാട് വോട്ട് പോകും CPM-ൻ്റെ. ഈ പണി വളരെ കൃത്യമായി CPM ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേരിൽ ചാടിക്കൊണ്ടിരിക്കുന്ന ആരാണ്? CPI-ക്കാരും കോൺഗ്രസ്സുകാരാണ്. CPM മിണ്ടുന്നില്ലല്ലോ. എവിടെയും CPM മിണ്ടാൻ പറ്റില്ല. കാരണം ഇതേ പരിപാടി CPM വ്യാപകമായി ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ നേതാവ് മുനീർ പത്രസമ്മേളനം നടത്തി.
ഒരു സഹകരണ ബാങ്കിൽ നൂറുകണക്കിന് ആളുകൾ വോട്ടർമാരാണ്. സഹകരണ ബാങ്കിൻ്റെ വോട്ടർമാരല്ല, കോർപ്പറേഷൻ ഇലക്ഷന് വോട്ട് ചെയ്യാനായിട്ട്. കാലങ്ങളായിട്ട് അവർ നടത്തുന്ന കാലങ്ങളായി ഓരോ സഹകരണ ബാങ്കിലും അവിടെ ഏത് മയിൽക്കുറ്റിയുടെ പേരിൽ വരെ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മുമ്പ് SFIയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്ന ഹിലാൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഹിലാൽ സുരേഷ് കുറുപ്പ് മത്സരിച്ച കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കള്ളവോട്ട് ചെയ്യിച്ചത്, അതിലുള്ള കെമിക്കലുമായിട്ട് ഹിലാലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം വളരെ വിശദമായി നമ്മുടെ ഫ്ലോറിൽ പറഞ്ഞിരുന്നു, നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടത്. അതെ. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമൊന്നുമില്ല, അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ജനസംഖ്യയിലുണ്ടാവുന്ന വ്യത്യാസം, അത് നുഴഞ്ഞുകയറ്റം വഴിയുണ്ട് എന്ന് മോദി പറയുന്നു. അതല്ലാതെയും ഉണ്ട്. നുഴഞ്ഞുകയറ്റം വഴി മാത്രമല്ല നമ്മുടെ നാട്ടിൽ ജനസംഖ്യയിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. കാരണം ബാക്കി എല്ലായിടത്തും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഏതാണ്ട് അണുകുടുംബത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 കുട്ടികൾ എന്നുള്ളത് 3 കുട്ടി, 2 കുട്ടി, ഒറ്റ കുട്ടി, കുട്ടിയേ വേണ്ട എന്ന തരത്തിലേക്ക് മാറുന്നു. എന്നാൽ മറ്റ് ചില സമുദായങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ജനസംഖ്യയിൽ വലിയ മാറ്റം വരുന്നു. ഇപ്പോൾ ജനകീയ കുടുംബാസൂത്രണം വന്നു കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട പോലെയുള്ള ജില്ലകൾ കേരളത്തിൽ വലിയ തോതിൽ കുടുംബാസൂത്രണം നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് അസംബ്ലി മണ്ഡലം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി പത്തനംതിട്ട ജില്ലയിൽ. മലപ്പുറത്തോ അസംബ്ലി മണ്ഡലങ്ങൾ കൂടുന്ന മലപ്പുറം ജില്ലയിൽ അവസ്ഥയുണ്ടായി. അപ്പോൾ ജനസംഖ്യയിലുണ്ടാവുന്ന വ്യത്യാസം ഒരു പ്രശ്നം തന്നെയാണ്. ഈ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഈ ചേഞ്ച് നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളെ രാഷ്ട്രീയത്തെ ബാധിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ മാത്രം എടുത്താൽ മതി. കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും 2000-3000 വോട്ടിനാണ് ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പം നോക്കൂ, പലയിടത്തും ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരാൾ പറഞ്ഞാണ്, ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിംസ് ഒന്നും ഇല്ലായിരുന്നു. ഒരാൾ വന്നിട്ട് ഒരു കടമുറി വാടകയ്ക്കെടുത്ത് അവിടെ കച്ചവടം തുടങ്ങി. പിന്നെ അയാളൊരു വീട് വാടകയ്ക്കെടുത്തു. അയാളുടെ ഫാമിലി വന്നു. ഇപ്പോൾ അയാളുടെ കടയിൽ 3 തൊഴിലാളികളുണ്ട്. ഈ 3 തൊഴിലാളികളും വീട് വാടകയ്ക്കെടുത്തു. അപ്പോൾ ഒരാൾ പോലും ഇല്ലാത്തടത്ത് ഇപ്പോൾ 15-20 പേരായി. പിന്നെ അവരുടെ ബന്ധുക്കൾ വരുന്നു. അങ്ങനെ പതുക്കെ ഓരോ പ്രദേശത്തെ ഡെമോഗ്രാഫിയിൽ മാറ്റം വരുന്നു. ഇപ്പം നമ്മൾ കോട്ടയം ജില്ലയിലെ പാല കേരളത്തിലെ ക്രൈസ്തവരുടെ വത്തിക്കാനായിരുന്നു. അവിടെ ഒരു മുസ്ലിം പള്ളി പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ മുസ്ലിം പള്ളി ഉണ്ടായ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അവിടെ ഉണ്ടായത് എന്താണ്? അവിടെ ഈ പറഞ്ഞതുപോലെ ബ്രില്യൻസ് എന്ന് പറയുന്ന ഒരു പരിശീലന കേന്ദ്രം, അല്ലേ? അതെ, പരിശീലന കേന്ദ്രം വന്നു. അപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ, 3000-4000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അവിടെ വീടെടുക്കാൻ തുടങ്ങി, അവിടെ താമസിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി ഒരു കടമുറി വാടകയ്ക്കെടുത്തൊരു പള്ളി തുടങ്ങി. ഈ കുട്ടികൾ അവിടെ നിന്ന് പോയാലും ഈ പള്ളി അവിടെ തുടരും. തുടക്കത്തിൽ എന്നോട് പാലായിലുള്ള ഒരാൾ പറഞ്ഞതാണ്, പാലായിലെ കുരിശുപള്ളി, പാലായുടെ ഒരു പ്രതീകമാണ് അവിടുത്തെ കുരിശുപള്ളി. ആ കുരിശുപള്ളി അല്ലാതെ അവിടെ വേറെ ആരാധനാ സ്ഥാപനം പണ്ട് പോലുള്ള ക്ഷേത്രങ്ങളുണ്ട്, മുസ്ലിം പള്ളി ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനോട് വളരെ ദൂരെ അല്ലാതെ ഒരു മസ്ജിദ് ഇപ്പോൾ ആരംഭിച്ചു. ആ മസ്ജിദിൽ തുടക്കത്തിൽ അവിടെ വന്ന് നമസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈരാറ്റുപേട്ടത്തൊക്കെ ആൾ വന്ന് നമസ്കരിച്ചുകൊണ്ട് വണ്ടിക്ക് വരും, നമസ്കരിക്കും. അപ്പോൾ ഇതൊരു ട്രെൻഡാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നടക്കുന്നുണ്ട്. കാരണം ഓരോ മണ്ഡലത്തിലേക്കും പതുക്കെ പെനിട്രേറ്റ് ചെയ്ത് ആ ഒരു സ്വാധീന മേഖലയായി വളർത്തിയെടുക്കുക. ഇന്ന് നോക്കൂ, കേരളത്തിൽ ഇതുവരെ മുസ്ലിം ജനസംഖ്യ ഇല്ലാതിരുന്ന സ്ഥലത്ത് പോലും ആളുകൾ വരുന്നുണ്ട്. വന്ന് എണ്ണം കൂട്ടുന്നുണ്ട്. കാരണം ഇതൊരു പ്ലാനാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു നിശ്ചിത, ഇപ്പോൾ സുരേഷ് ഗോപി കുറേ ആളുകളെ വോട്ട് ചേർത്തു. വോട്ടൊക്കെ ആർക്കും ചേർക്കാം സാർ, 6 മാസം താമസിച്ചാൽ. 6 മാസം പോലും വേണ്ട, ഒരു വാടക ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചേർക്കാം. അത് നിയമാനുസൃതമാണ്, നിയമത്തിൽ ചെയ്യാം. ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ആളുകളും ഇത് വളരെ മുമ്പേ ഇത് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു? കുറേ ആളുകളെ ഓരോ മണ്ഡലത്തിലേക്കും മാറ്റി താമസിക്കുന്നു. 2000-3000 പേരാകുമ്പോഴത്തേക്ക് ആ മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. കേരളം അങ്ങനെ വലിയ തോതിൽ കേരളത്തിൽ ഈ ഡെമോഗ്രാഫി വിന്യാസം നടക്കുന്നുണ്ട്. ഈ മതപരമായൊരു വിന്യാസം നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്നുണ്ട്. ഇത് സംഘടിതമായി ഇങ്ങനെയാണ് 2047 അധികാരം പിടിക്കാന്ന് പറഞ്ഞത്. 2047 അധികാരം പിടിക്കാന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ജിഹാദ് നടത്തി അധികാരം പിടിക്കാന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവെച്ച് ജിഹാദ് നടത്തി ഇന്ത്യയുടെ ഭരണം പിടിക്കുന്നില്ല. കൃത്യമായി ജനസംഖ്യാനുപാതികമായി ഓരോ മണ്ഡലത്തിലും ജയിക്കാൻ പറ്റുന്ന തരത്തിൽ ആളുകളെ കൊണ്ടുവന്ന് റീലൊക്കേറ്റ് ചെയ്ത് അവിടെ കൊണ്ട് സ്ഥാപിപ്പിച്ച് 3000-5000 വോട്ടുകൾ വീതം ഓരോ മണ്ഡലത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞാൽ 2047 ഇന്ത്യ പിടിക്കാം സാർ. ഇത് മനസ്സിലാവുന്നില്ല. ഇതേ പണി ആസൂത്രിതമായി BJP ചെയ്ത വലിയ മഹാപരാധമാണ്. കേരളത്തിൽ എത്ര കാലമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനസംഖ്യാ വളർച്ചയാണ്, അല്ലേ? ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മളാണ്. ചൈനയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ചൈന
ഇന്ത്യയുടെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ്. ഭൂമിശാസ്ത്രപരമായി വലിയ രാജ്യമാണ്. അപ്പോൾ ഇത്രയും വലിയ ആളുകളെ തെറ്റിപ്പോറ്റി അവർക്ക് താമസിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ രാജ്യത്തിന് കഴിയാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ നടപ്പാക്കേണ്ടതാണ്. ജനസംഖ്യാ ദൗത്യം എന്ന് മോദി പറയുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ജനസംഖ്യാ നിയന്ത്രണം തന്നെയാണ്. സഞ്ജയ് ഗാന്ധി നടത്തിയ പോലെ വഴിയെ പോകുന്നതിനെ പിടിച്ചു നിർത്തി വാസക്ടമി നടത്തി വിടുന്ന പരിപാടിയൊന്നുമല്ല. ശാസ്ത്രീയമായി രാജ്യത്ത് എന്തുമാത്രം റിസോഴ്സുകളുണ്ട്, വിഭവങ്ങളുണ്ട്, അതനുസരിച്ച് വേണം ജനസംഖ്യ നിയന്ത്രിക്കണം. ഹിന്ദുക്കളുടെ ജനസംഖ്യ കൂട്ടിയിട്ട് മുസ്ലിങ്ങളുടെ കുറയ്ക്കണമെന്നില്ല. എല്ലായിടത്തും ജനസംഖ്യയ്ക്ക് ഇത്ര കുട്ടികൾ മാത്രമേ പാടുള്ളൂ. ഏകീകൃത സ്വഭാവം വേണം. ഇല്ലെങ്കിൽ അതിനുള്ള വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത് മതപരമായൊന്നും ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ പെരുകുന്ന ജനസംഖ്യ, നമ്മുടെ ഭൂമി കൂടുന്നില്ലല്ലോ, നമ്മുടെ റിസോഴ്സ് കൂടുന്നില്ല. അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം വേണം. മിനിമം ഇത്ര കുട്ടികൾ വേണം. അല്ല, കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ മൗലികാവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് വരും. മൗലികാവകാശത്തിൽ ആ പരിപാടി എഴുതി വെച്ചിട്ടില്ല. എല്ലാം പറയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, എൻ്റെ മൗലികാവകാശം. അത് ഭരണഘടന എടുത്ത് വായിക്കണം മൗലികാവകാശം എന്തൊക്കെയാണെന്ന്. അതിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമേ മൗലികാവകാശമുള്ളൂ. അപ്പോൾ രാജ്യത്ത് വിഭവങ്ങളില്ലെങ്കിൽ, രാജ്യത്തിന് വിസ്തൃതിയില്ലെങ്കിൽ ഇത്ര ജനങ്ങൾ മതി എന്ന് തീരുമാനിക്കാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട്. അത് കോടതി പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മോദി ജനസംഖ്യാ ദൗത്യം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിവാക്കൽ മാത്രമല്ല, ജനസംഖ്യാ നിയന്ത്രണ ബിൽ എന്ന് പറയുന്നത് BJPയുടെ ഒരു പ്രഖ്യാപിത അജണ്ടകളിലൊന്നാണ്. അത് അധികം വൈകാതെ വരും എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നരേന്ദ്രമോദി ഇന്നലെ ജനസംഖ്യാ ദൗത്യമാണ് ഇനി വളരെ പ്രധാനം എന്ന് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.